റസൂലുള്ളാഹി പറയുകയാണ് ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സുദിരി. ആ മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ അവനത് കഴിക്കാൻ കഴിയില്ലെന്ന് മുത്തുനബി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അക്സിറൂ ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, സർവ്വ സുഖങ്ങളെയും സർവ്വ സന്തോഷങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്ന് മുത്തുനബിയാണ് പറയുന്നത്. ഒരാൾ മരണത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ, ആ മരണചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് മൻ അക്സറന്നാസി വഅഹ്സമുന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരനുചരം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവനാരാണ്, വിവേകമുള്ളവനാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? അക്സുറുഹും ദിക്റൽ മൗത്ത്. ആരാണോ മരണത്തെ അധികമായി ഓർക്കുന്നത്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവൻ ആരെന്നറിയുമോ? എഞ്ചിനീയർ അല്ല, അല്ലെങ്കിൽ ഡോക്ടർ അല്ല, വലിയ വലിയ ഉയർന്നവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, മരണത്തെ അധികമായിട്ട് ഓർക്കുന്നവനാ, മരണത്തെ അധികമായിട്ട് ഓർക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാഖസിമുൽ ഇസ്തിഅദാദ ലിൽ മൗത്ത്. മരണത്തെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പടച്ചവന് അനശ്വരമായ ഒരു ജീവിതമുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ എന്ന് മുത്തുനബി പറയാറുള്ള കാരണം അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്. ഈ ദുനിയാവിലെ ജീവിതം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലല്ലോ. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് യാത്രക്കാരാണ്, ഒരു വാഹനം കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ്, പള്ളിയിൽ നിന്ന് വരുന്ന മയ്യത്ത് കട്ടിലും കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതല്ല യഥാർത്ഥ ജീവിതം. ഇനി ഒരു ജീവിതം വരാനുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം വരാനുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാ, ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ. എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും തകർത്ത് കളയുന്ന മരണമുണ്ടല്ലോ, അത് വരുമല്ലോ. എന്തായാലും ഒരു ദിവസം എന്നെ തേടി അസ്രായിൽ കടന്നു വരുമല്ലോ, അത് തട്ടിമാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് 3 മാസമായപ്പോ അല്ലാഹു എന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസം എഴുതി വെച്ചിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലാണെന്ന് എനിക്കറിയില്ല, എവിടെ വെച്ചാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് മരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, അത് പടച്ചറപ്പിന് മാത്രം അറിയുന്ന രഹസ്യമാ. എന്റെ മരണം പ്രവചിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ, കാരണം അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യമാണ്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, 5 രഹസ്യങ്ങൾ അല്ലാഹുവിനെ അറിയോ, അത് പടച്ചറപ്പിന് മാത്രമേ അറിയോ. അടയാളം പറയാനേ എല്ലാവർക്കും കഴിയോ. ഏതാണ് 5 കാര്യം? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഈ 5 കാര്യങ്ങൾ
കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതിന് ഒരു കാര്യം എന്തെന്നറിയുമോ? എന്റെ മരണം പറയാൻ എവിടെ വെച്ചാണ് മരിക്കുന്നത്, എങ്ങനെ കിടന്നാണ് മരിക്കുന്നത്, എന്നെ എവിടെയാണ് കബറടക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മരണം വരുമല്ലോ, അസ്രായീലിനെ കാണുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് മരണസമയം നീ നന്നാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു സംശയവുമില്ല, ലോകത്ത് വന്ന ഒരുത്തനും സംശയമില്ല. അല്ലാഹ് ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനും ഇവിടത്തെ നിരീശ്വരവാദിക്കറിയാം ഒരു ദിവസം അവനും മരിച്ചു പോകുമെന്ന്. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു മരണമുണ്ടെന്ന്. ദൈവമുണ്ടോ ഇല്ലയോ സംശയമാണ്, പക്ഷേ മരണമുണ്ടെന്ന് സർവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം അല്ലാഹ് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ആ മരണത്തിന്റെ രുചി അനുഭവിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരാ, ഒരു ദിവസം പള്ളിപ്പറമ്പിൽ പോകേണ്ടവരാ, ഖബറിന്റെ അകത്ത് കിടക്കേണ്ടവരാ, മസ്റയിൽ പോകേണ്ടവരാ, അസ്രായീലിനെ കാണേണ്ടവരാ. എത്ര കാണത്തില്ലെന്ന് പറഞ്ഞാലും, ആ മലക്കിനെ എത്ര പേടിച്ചാലും, ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വരുമല്ലോ. ഫകസഫിനാ അൻക ഇത്വാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്ന് സിറാജിനെ മലക്കുകളെ കാണാനുള്ള കാഴ്ചയില്ല, എനിക്കതിനുള്ള പവറില്ല, എനിക്കതിനുള്ള ശക്തിയില്ല, അതിനുള്ള ഈമാനില്ല. പക്ഷേ റബ്ബ് എനിക്കൊരു ദിവസം തരും, എന്റെ കണ്ണ് റബ്ബ് തുറക്കുകയാണ്. അന്ന് മലക്കുകളെ കാണാ, അസ്രായീലിനെ കാണാ, മലക്കുകൾ എന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് കാണാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ. ആ മരണം വരുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ്, അസ്രായീലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഒരുക്കണേ, 5 കാര്യങ്ങൾ ചെയ്തു വെക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം എന്തായാലും മരണം നമ്മളെ തേടി വരും. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരിക്കൂല്ലേ? മരിക്കോ? പറഞ്ഞങ്ങാതി എന്താ ഷാബുക്ക, മരിക്കോ? മരിക്കൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം വരും. ഇപ്പൊ നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരടുത്ത് പോയാ ഇങ്ങനെ ഉറങ്ങനെ കിടന്നിട്ട് ആളുക വരുന്നതാ വരുന്നതാ വരുന്നത് ഇങ്ങനെ പറയുന്നതാണ്. യസുഖ പിടിച്ച് കിടക്കുന്നവരാ മരണത്തിന്റെ സമയം എടുത്തവര് നമ്മൾ കാണാത്ത പലതും അവര് കാണും. എന്തേ ഉമ്മ നിങ്ങൾ ചിരിക്കണേ? ആകാശത്ത് നിൽക്കുന്ന കണ്ടില്ലേ, അത് കണ്ടിട്ട് ചിരിക്കുക. ഒരു ആൾക്കാർ പറയണതാ, ഈ പ്രായമുള്ളവര് നമ്മൾ വിചാരിക്കുക റിലേ പോയിട്ട് പറയാറ്, നമ്മളെന്ത് പറയണ, ഓ ബോധം പോയെന്ന്. ബോധം പോയിട്ട് പറയുക. അടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ, നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ. അപ്പൊ ഉമ്മയുടെ അടുക്കൽ, ഉമ്മയ്ക്ക് രോഗമൊന്നുമില്ല, മകൾ അടുത്തിരുന്നിട്ട് പറയും, എന്റെ ഉമ്മ ഇത്ത തന്നെ പറയണ പ്രശ്നം. ഞാൻ വിചാരിച്ചെന്റെ ഉമ്മയുടെ ബുദ്ധി പോയിട്ട് പറയാം. കറക്റ്റ് പിറ്റേ ദിവസം രാവിലെ അവര് പോയി. മരണം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? മരിക്കൂന്ന് ഉറപ്പാ. നിരീശ്വരവാദി പറയുന്നത് ദൈവം ഇല്ലാന്ന അല്ലേ? ജബ്ബാറിന് എന്തല്ല അല്ലേ? ദൈവമില്ല എന്ന് പറയുന്നവരാണ് നിരീശ്വരവാദികൾ. ആ നിരീശ്വരവാദിയും പറയുന്നുണ്ട് ഒരു ദിവസം മരിക്കുമെന്ന്. അവൻ അതിന് സംശയമില്ല. എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കും. കുടിച്ചിട്ടാലും കരിച്ചാലും ഇനി എന്ത് ചെയ്താലും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഒരു ദിവസം പോകും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ആ മരണം വരുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ നടത്തണം. ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഒരുങ്ങണമല്ലോ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് എല്ലാ കിതാബ് എടുത്ത് നോക്കിയാൽ ഈ സഹാബിയുടെ ഹദീസ് കാണാം. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് കരയാ. മരണസമയത്ത് കിടന്ന് കരയുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിക്കുന്നു, അല്ല അബൂ ഹുറൈറ, എന്തിനാ അപ്പൊ നിങ്ങൾ കരയണേ? നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയല്ലേ, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയല്ലേ, നിങ്ങൾ എന്തിനാ കരയണേ? മരിക്കാൻ പേടിച്ചിട്ടാണോ? അല്ല, വലിയ ഒരു യാത്ര തുടങ്ങുകയല്ലേ, കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ലല്ലോ. ആരാ അബൂ ഹുറൈറ? പടച്ചവനെ പട്ടിണി കിടന്ന ചരിത്രം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അസ്ഹാബുൽ സുഫ് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ വേറൊന്നും ഇല്ലാത്തൊരു വിഭാഗം. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും കഴിക്കാൻ ആഹാരമില്ലാത്തവർ പള്ളിയുടെ വെളിയിൽ ഇങ്ങനെ കിടക്കും, മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കും. ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ കൊടുക്കും, അതാ കഴിക്കാറ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ചരിത്രം വായിച്ചു നോക്ക്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ കമിഴ്ന്ന് കിടന്നിട്ട് മണ്ണു വാരി ഇങ്ങനിടാ. ഭ്രാന്ത് പിടിച്ചെന്ന സഹാബികൾ വിചാരിച്ചത്, പക്ഷെ വിശപ്പ് കാരണമായിരുന്നു. ഇത്രയും പട്ടിണി കിടന്ന സഹാബി, തനിക്ക് 96 വയസ്സായപ്പോഴും അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ് എന്ന് 96ാമത്തെ വയസ്സിൽ പള്ളിയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യാ. അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അല്ലുപ്പ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റൂലല്ലോ, 96 വയസ്സായില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴും പറഞ്ഞത്, എനിക്കാ വയസ്സായത്, ഇബ്ലീസിന് വയസ്സായില്ലല്ലോ. അങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൂച്ചയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിൽ പൂച്ച ഇരുന്നപ്പോ, ആ പൂച്ച ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പൂച്ചയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോ മരിക്കുന്ന കാലം വരെ പൂച്ചയെ സ്നേഹിച്ച സഹാബി, അതാ അബൂ ഹുറൈറ, പൂച്ചയുടെ വാപ്പ എന്ന് വിളിച്ചത്. സത്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേരങ്ങനല്ല, എന്നിട്ടും ആ പേര് വിളിച്ചത് പൂച്ചയുടെ വാപ്പ. അത്രയും കരുണ കാണിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണസമയം അടുത്തപ്പോൾ കരഞ്ഞത് എന്തിനെന്നറിയുമോ? അല്ലാഹുവേ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര തുടങ്ങുകയാണ്, കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ, എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരയുന്നത്. എന്നവിടുന്ന് സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, എന്റെ കയ്യിൽ എന്താണുള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്, മരണം ഇന്ന് രാത്രി വന്നാൽ നിന്റെ കയ്യിലുള്ളത്? അല്ലാഹുവേ, വെന്റിലേറ്ററിൽ അതാ ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവേ, കൊറോണ എന്ന് പറയുന്ന രോഗം ബാധിച്ച് ന്യൂമോണിയായി ഹോസ്പിറ്റലിൽ മരണം കാത്തു കിടക്കുമ്പോ അടുത്തടുത്ത് കിടക്കുന്നവർ മരിക്കുന്നത് കണ്ടപ്പോ, തന്റെ അടുക്കൽ കിടക്കുന്ന ഓരോ മനുഷ്യനും മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഞാനാണെന്നറിയാ, അടുത്ത ഊഴം എന്റേതാണെന്നറിയാ. ആ സമയത്ത് ആ മനുഷ്യൻ കരഞ്ഞപ്പോ ഡോക്ടർ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കുകയാ, ധൈര്യം കൊടുക്കുകയാണ്. ഡോക്ടർ അടുത്ത് വന്ന് നിന്നിട്ട് ധൈര്യം കൊടുക്കുകയാ, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കാൻ എനിക്ക് ഭയമില്ല, മരിക്കാൻ എനിക്ക് ഭയമില്ല. മരണം എന്തായാലും എന്നെ തേടി ഒരു ദിവസം വരുമല്ലോ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ വെച്ച് മരണം എനിക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ 36 വയസ്സല്ലേ ആയുള്ളൂ, കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. 36 വയസ്സല്ലേ ആയുള്ളൂ, കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ സ്വർഗം കിട്ടാൻ എന്റെ കയ്യിലൊരു അമലുമില്ലല്ലോ. ആ കൊണ്ടുപോകാനൊന്നുമില്ലാത്തത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ സമാധാനിപ്പിക്കാൻ പോയ ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയോ. 55 വയസ്സുള്ളവനല്ല, 36 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത് തോന്നിയെങ്കിൽ അല്ലാ, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഹാർട്ടിന് രോഗമുള്ളവരുണ്ട്, വാൾവിന് രോഗമുള്ളവരുണ്ട്, കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട്, ക്യാൻസർ രോഗം പിടിച്ചവരുണ്ട്, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. മരണത്തിന്റെ 3 അടയാളവും വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അല്ലാഹ് ഒന്ന് നന്നാകണമല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണമല്ലോ, റബ്ബിന്റെ മുന്നിൽ പോകുമ്പോ രക്ഷപ്പെടണമല്ലോ. അതിനുവേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാകണമല്ലോ, ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാകണമല്ലോ എന്ന് തോന്നാത്ത മനുഷ്യ, ഇനി എന്നാ
മുസ്ലിമേ, ഇനി എന്നാ മുസ്ലിമേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മരണത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ പ്രവർത്തിക്കേണ്ടതും ചില കാര്യങ്ങൾ അവർ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലാ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നത് നമുക്കറിയത്തില്ല. വരുമ്പോ കരയാനും നിലവിളിക്കാനും ഒന്നും നിൽക്കരുത്. നെഞ്ചത്തടിച്ചിട്ട് കരയാനൊന്നും നിൽക്കരുത്. യാതൊരു കാര്യവുമില്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്തോ മെമ്പറെ, മരണം വന്നാ കിടന്ന് വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ഷൗക്കണ്ണേ? മാസ്ക് ഇട്ടാലിട്ടില്ലെങ്കിലും പോകും. മാസ്ക് ഇട്ടാലിട്ടില്ലെങ്കിലും മൂന്നാമത്തിന് മാസ്ക് ഇട്ടിട്ടും കാര്യമില്ല എന്നാ പറയണേ. ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട്. അത് പിന്നെ മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല, കാറ്റിൽ കൂടെ വരുമെന്നാ പറയണേ. എങ്ങനെ വരാനുണ്ടെങ്കിലും പോകേണ്ട സമയത്ത് പോകും, ഇട്ടാലും ഇട്ടില്ലെങ്കിലും. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചരിത്രം പറയുകയാണ്. ചരിത്രം പറയുക, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം വന്നു. അത്ര റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം വന്നു. ഈ മനുഷ്യനോട് പറയാ, അള്ളാഹ് വരുമ്പോ ഒരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിന്റെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിപ്പിച്ചിട്ട് റൂഹ് പിടിക്കാവൂ എന്ന് അള്ളാഹ് പറഞ്ഞു വിട്ടിരിക്കുക. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആ മനുഷ്യൻ പറയാ, എന്റെ പൊന്നാര അസ്രായീലേ, 40 കൊല്ലമായിട്ട് നിന്നെ കാത്തിരിക്കാൻ, നീ എപ്പോഴാ വരണേ? 40 വർഷക്കാലമായിട്ട് നിന്റെ വരവ് ഞാൻ കാത്തിരിക്ക. എനിക്ക് ഒരാഗ്രഹമില്ല. പെട്ടെന്ന് പിടിച്ചോളാം. നമ്മളോ മക്കളെ കെട്ടിച്ചില്ല, വീടിന്റെ പണി തീർന്നില്ല. പഠിച്ചോനെ 58 ആയുള്ളൂ, 65 ആയുള്ളൂ. കൊച്ചുമോളുടെ കല്യാണം കണ്ടില്ലല്ലോ. നമ്മള് പറയാ, ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം കൂടെ നീട്ടിത്തരാൻ. ആ മനുഷ്യൻ പറയുന്ന 40 കൊല്ലമായിട്ട് നിന്നെ ഞാൻ കാത്തിരിക്കാം, എന്നെ പെട്ടെന്ന് പിടിച്ചോളാം. ചങ്ങാതി, അള്ളാഹ് പറഞ്ഞല്ലേ, വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇത്ര നിർബന്ധം? ഞാൻ എന്നാ 2 റക്അത്ത് നിസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോ പിടിച്ചോ. എന്നാലും പിടിക്കണ്ടെന്നല്ല പറഞ്ഞു, പിടിച്ചോളാം. അങ്ങനെ തന്നെ മരണപ്പെട്ടു എന്നാ. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ഈമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊക്കെ ഈമാൻ. നമ്മൾ പേടിച്ചാലും ഒരു കാര്യമില്ല, എന്തായാലും കൊണ്ടുപോകാം. എന്നാ പിന്നെ നല്ലപോലെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് തയ്യാറാകുക. ഇൻഷാ അല്ലാഹ് 10 മണി കഴിഞ്ഞ് 10:15 എത്രയായി? 10:08 ഇൻഷാ അല്ലാഹ്. എത്ര മണി? 11 മണിവരെ കൂടെ. നാളെ ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കി നാളെ പറയാം പറ്റുമെങ്കിൽ. നാളെ വേറെ വിഷയമാണ് ഇൻഷാ അല്ലാഹ്. റമദാൻ മാസം എല്ലാം കഴിഞ്ഞില്ലേ? റമദാൻ മാസം കഴിഞ്ഞു. വർഷം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നാളത്തെ വിഷയം എന്താ? വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാണ് ആർക്കെങ്കിലും? എന്താ ചോക്കണ്ണ? അണ്ണ എന്തോ എന്നോട് പ്രതീക്ഷിങ്ങൾ കുലുക്കുന്നത്. തേങ്ങയും വെള്ളമൊക്കെ തന്നോണ്ടിരുന്നതാണ്. നേരത്തെ പോകുമ്പോൾ എല്ലാ ബീഫൊക്കെ തരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. അൻസാരി അണ്ണനും പോകുമ്പോൾ ഇത്തിരി പച്ചക്കറിയൊക്കെ തരുന്നതായിരുന്നു. ഇപ്പൊ നാട്ടുകാർക്കെല്ലാം കിറ്റ് കൊടുക്കുന്നു, ഇമാമിന് കിറ്റില്ല. അൽഹംദുലില്ലാഹ്. ചുമ്മാ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹോദരനെ തിരുവല്ലയിൽ ഇരിക്കണ തടിച്ചിട്ടൊരു കാക്കാരായിരുന്നു അല്ലേ, മൂത്തയേട്ടൻ. അൽഹംദുലില്ലാഹ്, നല്ല സ്നേഹമുള്ള മനുഷ്യനെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അൽഹംദുലില്ലാഹ് ഇത്തിരി തടിയുണ്ടെന്നേ ഉള്ളൂ. നല്ല സാധുവാ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നൊരുങ്ങാം. നമുക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാം. എത്ര നിലവിളിച്ചാലും കരഞ്ഞാലും കാര്യമില്ല. നാളത്തെ വിഷയം എന്താ? ചില നന്മകൾ ചെയ്താൽ വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ 1 വർഷം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം. അൽഹംദുലില്ലാഹ്, എത്ര എളുപ്പമുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? അപ്പൊ മരണം പറയണോ, നോമ്പ് പ്രതിഫലം പറയണോ? മരണം പറയണോ, അതോ 1 വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം പറയണോ? എന്തായാലും 2 ദിവസം ലോക്ക്ഡൌൺ ആണെന്ന് പറയുന്നത്. എന്താ ഇതന്നെയാണ്? കഴിഞ്ഞ ആഴ്ച എന്തോ പറയാന്ന് പറഞ്ഞു, ഓർമ്മക്കുറവാ. നമുക്ക് ഓർമ്മ എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പലരും വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉസ്താദ് പ്രസംഗത്തിൽ ഒരു പെണ്ണാ വിളിച്ചിട്ട് ചോദിക്കണേ, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞില്ലേ, ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും
ഒന്നും തോന്നില്ല. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് തന്റെ ഭാര്യയാണെന്ന് തോന്നാൻ എന്തോ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ല. അതെന്താ ഉസ്താദ്? ഇത് ചോദിച്ചതൊരു പെണ്ണാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇതാ? എന്റെ ഭർത്താവ് എല്ലാ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്ങും പോകുമ്പോഴേ ഉസ്താദ് നന്നാവാനാണ്. തമാശ പറഞ്ഞല്ല, സങ്കട ഉസ്താദ്. എനിക്ക് 3 മക്കളുണ്ട്. എന്റെ ഭർത്താവ് 5 നേരം നിസ്കരിക്കണ മനുഷ്യനാ. പക്ഷെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിട്ടാ ആ മനുഷ്യനൊന്ന് നന്നാകാൻ അവരൊന്നുമല്ല. ആ വഴി എന്താണെന്ന് പറഞ്ഞുതരുമോ? ഞാൻ പറഞ്ഞു, ഇനിയുള്ള പ്രസംഗം കേട്ടാൽ മതി. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് വിചാരിക്കും. പ്രസംഗമല്ലേ, ഇപ്പൊ എന്തെങ്കിലും പറയും, മനുഷ്യന്റെ ബുദ്ധി അങ്ങ് പോവാ. ഒരിടത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് പറയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് എന്തായാലും എന്താന്ന് ഓർമ്മയുണ്ടത്? അത് മെസ്സേജ് വരും, ഒന്നും എടുത്തു വെച്ചു, അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. നാളെ പറയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മരണത്തിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പൊ നാളെ പറഞ്ഞു തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ സമയമുണ്ടല്ലോ, വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണെങ്കിൽ നമുക്ക് ആഹാരം തന്നാൽ മതി, ഇവിടെ തന്നെ കൂടിക്കോണം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ. മരണത്തിന് മുമ്പ് ഒരുങ്ങുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. മരണമുണ്ടെന്നുള്ളത് ഉറപ്പാട്, ഒരു സംശയവുമില്ലല്ലോ. കാരണം നിന്റെ വാപ്പ പോയി, നിന്റെ ഉമ്മ പോയി, നിന്റെ മുൻഗാമികൾ പോയി, നിന്റെ കൂടപ്പറപ്പുകൾ പോയി, നിന്റെ കൂടെ പഠിച്ചവർ പോയി, നിന്നെക്കാളും പ്രായം കുറഞ്ഞവരുടെ മയ്യത്തല്ല നിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മനുഷ്യ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എടാ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവിടുന്ന് മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഒരാൾ മരിക്കുന്ന സമയം അവൻ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾക്ക് മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ വെറുതെ പറ്റുമോ? ഒരാൾ മുസ്ലിമായിട്ട് മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്രയോ പേര് പടച്ചോനെ നമ്മൾ കാണുന്നല്ലോ, അള്ളാഹുവേ രാവിലെ കാഫിർ വൈകുന്നേരം മുസ്ലിമായിട്ട് മരിച്ചു പോകുന്നു, രാവിലെ മുസ്ലിം വൈകിട്ട് കാഫിറായിട്ട് ചത്തുപോകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന്റെ അവസാന സമയം, ആ സമയത്ത് നീ ഈമാനോടുകൂടി മരിക്കണം. നീ മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കരുത്. കാരണം മുസ്ലിമായിട്ട് മരിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടും. മുസ്ലിമായിട്ട് മരിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് ഉസ്താദേ നമ്മളെ കൊണ്ട് പറ്റുമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനാണല്ലോ വിജയിച്ചവൻ, അവനാണല്ലോ സ്വർഗത്തിന്റെ അവകാശി, അവനാണല്ലോ മുസ്ലിമായി മരിച്ചവന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് നമുക്കത് എളുപ്പം കഴിയുമെന്നാണ്. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നില്ല, അതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. എങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നോക്ക്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബിയുടെ പൊന്നുമോനാണല്ലോ, സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണല്ലോ. ലോകത്തുള്ളവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പ്രവാചകൻ യൂസുഫ് നബിയാണല്ലോ. സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാണല്ലോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ. അല്ലാഹുവിന്റെ
ഖുർആൻ എടുത്തു നോക്ക്. യൂസുഫ് നബിയാണ് ദുആ ചെയ്യുന്നത്. യൂസുഫ് നബിയാണ് ദുആ ചെയ്യുന്നത്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്റെ രക്ഷിതാവായ അല്ലാഹ്, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? ആരാണ് ദുആ ചെയ്യുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. യൂസുഫ് നബി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ മക്കത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത്, ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ കഅബയുണ്ടല്ലോ, ആ കഅബയുടെ മുറ്റത്ത് ചെല്ലുമ്പോ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഒന്നൊരു കാണാ. മഖാമു ഇബ്രാഹിം കാണാ, പടച്ചവനെ ഹിജ്ർ ഇസ്മായിൽ കാണാ, സഫ കാണാ, മർവ കാണാ. ഈ കഅബ പണിതതാരാണ്? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് ആദ്യമായിട്ട് കഅബാലയം പണിതതാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഖലീലല്ലേ, അല്ലാഹുവിന്റെ ഖലീലല്ലേ. അത്തഹിയാത്തിൽ ഞാനും നിങ്ങളും ഇബ്രാഹിം നബിയുടെ പേര് പറയുമല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവേ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവരുടെ സന്താനങ്ങളോട് അവിടെ കൊടുത്ത ഉപദേശം നിങ്ങൾ നോക്ക്. വബസാ ബിഹാ ഇബ്രാഹിം ബനീഹി വയഅകൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മക്കളോട് പറയുന്നു, എന്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ എന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഉപദേശിച്ചു കൊടുത്ത ചരിത്രമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ലാതെ മരിച്ചിട്ട് കാര്യമില്ല. മുസ്ലിമായി മരിച്ചാലേ രക്ഷയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനുള്ള വഴികളാണ് നോക്കേണ്ടത്. അതിനെന്ത് വഴിയാണ്? അതിനെന്ത് വഴിയാണ്? ഈമാനോടുകൂടി മരിക്കണോ, ഈമാനോടുകൂടി മരിക്കണോ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്താണ് വഴിയേ, എന്താണ് വഴി നബിയേ? റസൂലുള്ളാഹി പോലും ദുആ ചെയ്തില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് ഉറപ്പില്ലായിരുന്നല്ലോ. ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുത്തുനബിയാണല്ലോ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് കരയുകയാണ്. ഉറങ്ങുന്ന ആയിഷാ ബീബി തേങ്ങലിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നത്. റസൂലുള്ളാഹി കരയുകയാ. എന്താണ് പടച്ചവരെ? എന്റെ മുത്തുനബി പറയുന്നത് എന്താണ്? ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ റസൂലുള്ളാഹി സുജൂദിൽ കിടന്നിട്ട് എന്തോ പറഞ്ഞു കരയാ. എന്തേ അല്ലാഹ് പറയണേ? ചെന്ന് നോക്കുമ്പോ പറയുന്നത് എന്തെന്നറിയുമോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും ഉറപ്പില്ലായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനുള്ള ഒരു മരണം അത് വെറുതെ കിട്ടൂല. താടിയും തഴമ്പുള്ളവര് തൂങ്ങി മരിച്ച കഥകളുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ന വായും തെക്ക് നോക്കും കട്ടം പിടിയും വലിച്ച് തെക്ക് വടക്ക് നടന്നവരൊക്കെ വെള്ളിയാഴ്ച പള്ളിപ്പറമ്പിൽ പോയ ചരിത്രമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ താടിയിലും തഴമ്പിലൊന്നും ഒരു കാര്യമില്ല. താടിയിലും തഴമ്പിലിട്ടിരിക്കണ ജുബ്ബയൊക്കെ വലിയ നീളമൊക്കെ ഉണ്ടാവുന്നൊരു കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഖുർആൻ പഠിച്ചവരുണ്ട്. സുമിലൊക്കെ വിചാരിക്കുന്നത് ഹാഫിളീങ്ങളാണെന്ന്. എടുത്തപ്പോഴോ എനിക്ക് ഓർമ്മയുണ്ട്, കുറെ നാളുകൾക്ക് മുമ്പ് അല്ലാഹുവേ, ഒരു ഹാഫിളായ ഒരു ചെറുപ്പക്കാരൻ
ഹാഫിദ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ മഗ്രിബ് നമസ്കരിച്ചിട്ട് മുസല്ലയുടെ മുകളിലെ ഫാനില കയറി തൂങ്ങിയത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിദായിരുന്നു, മഗ്രിബ് നിസ്കരിച്ച മുസല്ലയുടെ മുകളിൽ ഫാനിട്ടിട്ട് എന്റെ മുകളിൽ കയറി. ഇങ്ങനെ ആവട്ടെ, എന്തുമാകട്ടെ എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഹജ്ജ് കഴിഞ്ഞു വന്ന ഹാജിയാര് വീടിന്റെ മുന്നിൽ ജനലിൽ തൂങ്ങിക്കിടന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങൾ പറയാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരങ്ങനെ മനുഷ്യരെ പറഞ്ഞിട്ട് കാര്യമില്ല. വായിക്കകത്ത് ക്യാൻസർ വന്ന ഒരാള് തന്റെ ഭാര്യയോട് പറയ, എന്റെ കൈ കെട്ടിയിട്ടേക്കായി, എന്റെ കൈ രണ്ടും കെട്ടിയിടാൻ. എന്തേന്ന് ചോദിച്ചപ്പോ പറയാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, ഞാൻ വല്ലതും ചെയ്തു പോകും. വേദന സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ വല്ലതും ചെയ്തു പോകും. പേടിച്ചിട്ടാ എന്റെ കൈ കെട്ടിയിടാൻ പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ നിമിഷം മതിയല്ലോ. എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തോന്നല ചെയ്യും, കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിക്കുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ. അതിനെന്താ വഴി? എന്താ? ഖുർആൻ എടുത്ത് നോക്കിയാ പോരെ? ഇനിയിപ്പോ അങ്ങനെ തെറിപ്പുണ്ടല്ലോ. എടാ, ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ ഇറങ്ങും പോകണ്ടല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ, പൈസ ഒന്നും എനിക്ക് തരണ്ട, വീടും പ്രമാണം ഒന്നും എനിക്ക് പള്ളിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഞാൻ തരാൻ നല്ല മരണം. അല്ലാഹു പറയുകയാ, അല്ലാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മരണം ഞാൻ തരാം. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാനല്ലേ അല്ലാഹു പറഞ്ഞത്. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വാ. ഞാൻ തരാം മരണം. 5 നേരം പള്ളിയിൽ നിന്ന് വിളിക്കും, ഉത്തരം കൊടുക്കുക. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ ഉത്തരം കൊടുത്തോ, നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിനക്കുള്ള ഭക്ഷണവും ഞാൻ തരും, നിനക്ക് നല്ല മരണവും ഞാൻ തരും. പിന്നെ നീ എന്നാ പേടിക്കാനാ? അള്ളാഹു മരിക്കുന്ന ദിവസവും നിസ്കരിച്ചിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പഠിക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്ക്, ദുർമരണത്തിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് പറഞ്ഞതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സദഖ കൊടുക്ക്. ആ സദഖ കൊടുക്കുന്നതിലൂടെ മോശമായ മരണത്തിനെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മോശമായ മരണം, ഈമാനില്ലാത്ത മരണം, മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം, മുഖമെല്ലാം കറുക്കും. ഈമാനില്ലാത്തവന്റെ മരണം കണ്ടറിയാം. ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അറിയാം, നെറ്റിത്തടം വിയർക്കുക, മൂക്കിന്റെ ദാരം വികസിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, മുഖത്തൊരു പ്രകാശം ഉണ്ടാവുക, ഇത് നല്ല മരണത്തിന്റെ അടയാളമായിട്ട് അവിടെ പഠിപ്പിച്ചിരുന്നു. മോശമായ മരണത്തിന്റെ അടയാളമായിട്ട് മുഖം കറുക്ക, മുഖം കറുത്തുപോകുക, കണ്ണിങ്ങനെ തെള്ളി പേടിയ മുഖത്തിനെ നോക്കാൻ, വായിലൂടെ പതയും നൊരയും ഒലിപ്പിക്കുക, മലമൂത്ര വിസർജനം നടത്തുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാനുള്ള ഒരു മരണം, മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം, ചോദിക്കാതെ കിട്ടൂല. അതുകൊണ്ടല്ലേ മുത്തുനബി ദുആ ചെയ്തത്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്തിനാ അല്ലാഹുവോട് പടച്ചവനെ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ എന്തിനാ ദുആ ചെയ്യുന്നത്? മുസാ നബി എന്തിനാ യൂസുഫ് നബി ദുആ ചെയ്തത്? ഇബ്രാഹിം നബി എന്തിനാ ദുആ ചെയ്തത്? കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവനെ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. ആര്? കഅബ പണിത ചങ്ങാതിയായിരിക്കണേ. അള്ളാഹ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ആരാധിക്കാൻ ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ആ കഅബയുടെ മുന്നിൽ മോനെ പിടിച്ച് ആശാ കൂടെ നടന്ന കയ്യാളായിട്ട് നടന്ന ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ പിടിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് അള്ളാഹിനോട് പറയുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹ് ഇത് സ്വീകരിക്കണേ പടച്ചവനെ. 2 ഈമാനുള്ള മരണം തരണേ അള്ളാഹ്. ഇബ്രാഹിം നബി, യൂസുഫ് നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് അങ്ങനെ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് ഉപദേശിച്ചു, മക്കളെ ഈ ദീനിൽ ഉറച്ചു നിന്നോണം, ഈ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മക്കൾക്ക് കൊടുത്ത ഉപദേശം. അതുകൊണ്ട് സഹോദര, ഈമാനുള്ള മരണം വേണോ? എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് ചോദിക്ക്, എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് ചോദിക്ക്. ഏത് ദുആയാ അല്ലാഹു സ്വീകരിക്കണമെന്ന് അറിയില്ലല്ലോ, ഏത് ദുആയാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യ്. ഈമാനുള്ള ഒരു മരണം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ
നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഈമാനോടുകൂടി വേണം മരിക്കാൻ. ഈമാനുള്ള മരണം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മം നിങ്ങൾക്കറിയാം. എന്ത് തെറ്റ് ചെയ്താലാണ് ഈമാനില്ലാതെ മരിച്ചു പോകുന്നതും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്താം, എപ്പോൾ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമനാ ഇൻദ സകറാത്തിൽ മൗത്ത് ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനി മുസ്ലിമാ. നിങ്ങൾക്കറിയുന്നത് പോലെ, നിങ്ങൾക്കിനി അറബി അറിയില്ലെങ്കിലും പടച്ചവനോട് പറയണം, ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. കാരണം ഏത് സമയത്തിലെ ദുആയാണ് സ്വീകരിക്കുന്നതെന്നറിയില്ല. രണ്ടാമതായിട്ട് മുത്തുനബി എവിടെന്ന് പറയുകയാണ്, മുത്തുനബി എവിടെന്ന് പറയുകയാ, മരണം വന്നെത്തുന്നത് എപ്പോഴാണെന്നറിയില്ലല്ലോ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ. തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മുഴുവനും ആ മരണം വരുന്നതിന് മുമ്പ് പടച്ചവനോട് ഏറ്റു പറയണമെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. ജനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ജനങ്ങളിൽ തെറ്റ് ചെയ്യാത്തവരില്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ല. എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ആ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് ഏറ്റുപറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യാത്തവരാരുമില്ല, നമ്മൾ മലക്കുകളൊന്നുമല്ല. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഒരു ഉപദേശം കാണാം. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇല്ല യാ ബുനയ്യ, ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ തൗബ നീ പിന്തിപ്പിക്കരുത്. നാളെ ചെയ്യാ, നാളെ ചെയ്യാ, നാളെ നന്നാകാം, നാളെ നന്നാവാം, നാളെ നാളെ നീളെ നീളെ, നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന കാര്യം തൗബ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൗബ ചെയ്യണം, നീട്ടിവെക്കരുത്. കാരണം മരണം എപ്പോഴാ വരുന്നതെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ അങ്ങനെ, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ചെയ്തോണം. അതിൽ പെട്ടെന്ന് ആ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ചെയ്യണം. ഒന്ന്, നിസ്കരിക്കണമെന്ന് തോന്നി അപ്പോൾ നിസ്കരിച്ചോ. നിസ്കരിക്കണമെന്ന് തോന്നിയ പറയടോ, എപ്പോ വേണ്ട, നാളെ നിസ്കരിക്കല്ലേ. നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പൊ നിസ്കരിച്ചോണം. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. ചെല്ലി നോക്കുന്നു, പറയണ്ടല്ലോ, ശീലം ഉണ്ടല്ലോ അല്ലേ, എത്ര അനുഭവം ഉണ്ടല്ലോ. എന്താ നോക്കണേ, ശരിയല്ലേ പറഞ്ഞത്? നിസ്കരിക്കണമെന്ന് പറഞ്ഞ് മാസ്ക് വരാൻ പറഞ്ഞതിന്റെ ദേഷ്യമാണോ? മാസ്ക് ഇട്ടോ, കുഴപ്പമില്ല. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പൊ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ പോയി. 2, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പറകാക്കാമാരാ, മരിച്ചു കഴിഞ്ഞാ ഖജാൻജി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അടക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ അത്തായെ കൊണ്ടുപോണ്ട, എവിടെ ഇരിക്കട്ടെ, എത്ര നേരം ബുക്കോവൻ
പിറ്റേ ദിവസം പറയും ഒന്നെടുത്തോണ്ട് പോവോ നാറിന്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കബറടക്കാം. കാണിക്കേണ്ടവരെ കാണിച്ചോണം കൊണ്ട് കബറടക്കിയേക്കണം. കാണിക്കേണ്ടവരെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഇവിടേക്ക് അപ്പൊ ഈ അന്യ പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് കണ്ട ആണായാലും പെണ്ണായാലും എല്ലാവർക്കും പ്രദർശനം. വടക്കോട്ടെങ്ങും പോയാൽ കാണാൻ പറ്റില്ല. വടക്കോട്ടെങ്ങും പോയി കഴിഞ്ഞാൽ അന്യ പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല. പെണ്ണ് മരിച്ചാൽ പുരുഷന്റെ കാര്യം ഇവിടുന്ന് പറഞ്ഞു നോക്കിക്കേ. എടാ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോ, ഷാജാനന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു, ഷാജാനൻ പറയാ കാണാൻ പാടുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഷാജാനന്റെ കാര്യത്തിൽ തീരുമാനമായി. അസ്സലാമു അലൈക്കും കഴിഞ്ഞു. എടാ, എന്റെ ഭാര്യ മരിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്ക്, ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് അന്യപുരുഷ വിവാഹബന്ധം ഹറാമായവരുണ്ട്, അല്ലാത്തവർക്ക് കാണാൻ പാടില്ല. അപ്പവനെ കാണാൻ പറ്റുമോ? കാണണ്ടെന്ന് പറഞ്ഞു നോക്ക്. നാസറെന്ന് പറഞ്ഞു നോക്ക്. വീടിന് മുമ്പിൽ നിന്നിട്ട് ഈ നിക്കട ചിരിയൊക്കെ മാറും. ഒന്ന് പറഞ്ഞു നോക്ക് സഹോദരങ്ങൾ. മെമ്പറൊക്കെ പല വീട്ടിലും പോകുന്നവരെ ഒന്ന് പറഞ്ഞു നോക്കണം. പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ? കാണാൻ പാടില്ല. അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. അടക്കിയില്ലെങ്കിൽ നാട്ടുപിടിക്കും, പിന്നെ ആകെ പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം, മക്കൾക്ക് വിവാഹപ്രായമായി, മാതാപിതാക്കൾ കേൾക്ക്, മക്കൾക്ക് വിവാഹപ്രായമായി, പ്രായപൂർത്തിയായി, കലാപരിപാടികളൊക്കെ തുടങ്ങി, അടയാളങ്ങൾ അലാമത്ത് കണ്ടു തുടങ്ങി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കാണുന്നത് പോലെ വേലിചാട്ടത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. മോളുടെ കലാപരിപാടികളൊക്കെ കണ്ടപ്പോ വാപ്പ ചോറ ഉണ്ടെന്നത് വാപ്പായ്ക്ക് മനസ്സിലായി. വേലിചാട്ടം തുടങ്ങിയിട്ടുണ്ട്, ഉടനെ കെട്ടിച്ചു വിട്ടേക്കണം. തന്റെ മകൾക്കും തന്റെ മകനും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങി. എന്ത് ചെയ്തേക്കണം? റഫീഖ് എന്തേട്ട തലകുനിച്ചിരിക്കുന്ന ഉസ്താദ് സുൽഫിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ അത്താഴത്ത് ഈ ഹദീസ് ചില ചെറുപ്പക്കാര് പറയുന്നത് ഈ ഹദീസ് ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു കൊടുക്കും ഉസ്താദ് അത്താഴത്ത്. വയത് കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഉമ്മ കേൾക്കുമ്പോ ഉമ്മായും മോളും കേട്ടോണ്ടിരിക്കുക, പുറകെ ഇരുന്നിട്ട് പറയാ തള്ള ഈ ഹദീസെങ്കിലും കേട്ടിട്ട് എന്നെ ഒന്ന് കെട്ടിച്ചു വിടട്ടെ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്താ പറയണേ? പഠിക്കട്ടെ ഉസ്താദ്, പഠിക്കട്ടെ, നീ പഠിക്കും. അവസാനം അത്രേ ഉള്ളൂ. അവസാനം നീ പഠിക്കും. 20ആയി, 21ആയി, 22ആയി, ഇപ്പൊ ഡിഗ്രി മറ്റേനെ പഠിക്കുക, MBBS പഠിക്കുക. അവസാനം ആ പെണ്ണ് വല്ലവന്റെ കൂടെ പോകുമ്പോ നിനക്ക് യോഗം ഉണ്ടാവത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കാര്യം, വിവാഹത്തിന്റെ കാര്യം. മറ്റൊരു ഹദീസിൽ കാണാം, സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ച അപ്പ കൊടുത്തോണം. സദക്ക കൊടുക്കണമെന്ന് വിചാരിച്ച വയത് കേട്ടപ്പം വിചാരിച്ചു, പടച്ചോനെ 1 ഗ്രാം പള്ളിക്ക് കൊടുക്കണം കേട്ടാ. വീട്ടിൽ പോകുമ്പോ പെണ്ണുമ്പിള്ള പറയുക, ഒന്നാമതേ ലോക്ക്ഡൌണാ, കടയിൽ കച്ചവടമൊന്നും ഇല്ല, സ്കൂള് തുറക്കാറായി, നിങ്ങൾ എന്ത് കണ്ടിട്ട 1 ഗ്രാമൊക്കെ 1001 രൂപ കൊടുത്താൽ പോരെ? പോയി 1001 കൊടുത്താൽ പോരെ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പടച്ചോനെ, അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് 1 രൂപ പോലും ഇല്ലാതായി കിട്ടും, മൊത്തവും പോയി കിട്ടും. എന്നാൽ അത് കൊടുക്കണമെന്ന് തോന്നി അപ്പൊ കൊടുത്തോണം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ച ശൈത്താൻ നമ്മൾ വെറുതെ വിടൂല. കാരണം 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യണം. പോക്കറ്റിൽ കിടക്കുന്ന 1 രൂപ എടുത്ത് ഒരു മനുഷ്യന് സദക്ക കൊടുക്കണമെങ്കിൽ, നിങ്ങളൊക്കെ പിരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാ, ആ കോടീശ്വരന്റെ പറച്ചിൽ വെക്കുമ്പോ കരച്ചിൽ വന്നിട്ട് ഉള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ തോന്നുന്നു. സങ്കടം, റെസിപ്റ്റ് കൂട്ടി കീറി അങ്ങോട്ട് കൊടുക്കണം. അവന്റെ വീടും കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് വെളിക്കിടക്കണ കാറ് വലുതാ, മാസം അവന് 1 വർഷം എടുക്കണ ഇൻഷുറൻസിന്റെ കാശൊക്കെ നോക്കണം, ടാക്സും കാശ് ലക്ഷങ്ങളാണ്. ഇവനാ വന്നിരുന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല ഷാജി, വലിയ ബുദ്ധിമുട്ട്. അനുസരിച്ച് നിനക്കറിയത്തില്ലേ കടയൊക്കെ മെമ്പറിന് പിന്നെ എല്ലാം അറിയാറില്ല. ഇങ്ങനെ അങ്ങോട്ട് പറയാ. ഇവന്റെ പരാതി കേൾക്കുമ്പോ വിചാരിക്കും, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വല്ലയിടത്ത് അങ്ങോട്ട് കൊടുക്കാൻ. ഇവ എന്തെങ്കിലും തരുമ്പോഴും അത് മനസ്സോടെ പേടിക്കണം. കാരണം അത്രയും സങ്കടം. പലയിടത്തും പിരിവിന് പോയപ്പോ മനസ്സിൽ, ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പിരിവിന് പോയിട്ടില്ല, ജീവിതത്തിൽ ഞാനിങ്ങനെ പിരിവിന് പോയിട്ടില്ല. പക്ഷെ ഓരോ മനുഷ്യന്മാരുടെ കരച്ചിൽ കാണുമ്പോൾ ഇത്രയെല്ലാം പറഞ്ഞിട്ട് പറയും, ഇന്ന് 5000 രൂപ ഇരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അവന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്തേന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ. 70 ശൈത്താന്മാര് കയ്യിൽ പിടിച്ചിട്ട് പറയും നീ കൊടുക്കരുതെന്ന്. ഈ 70 എണ്ണത്തിന് തട്ടിക്കളഞ്ഞാലേ 1 രൂപ കൊടുക്കും. പോക്കറ്റ് ഇടാൻ വേണ്ടി പൊക്കുമ്പോ 70 ശൈത്താൻ കയ്യിൽ പിടിക്കും, കൊടുക്കരുതെന്ന്. ഈ 70 എണ്ണത്തിനെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ എടുത്തു കൊടുക്കാൻ പറ്റൂ. അപ്പൊ ബാക്കിയുടെ കാര്യം പറയണം, 1 സ്ക്വയർ ഫീറ്റിന്റെ കാര്യം പറയണം. ഇപ്പൊ ഇനി ഉളുഹിയയുടെ വിഷയം വരുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി അറക്കണത്
അള്ളാഹ്ക്ക് വേണ്ടി ഇറക്കുന്നത്. അപ്പോഴും പറയണ്ട ചങ്ങാതി, ഒരെണ്ണത്തെ ഒറ്റയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 7 പേര് വരെ ചേരാ, ഒരു 7-ൽ ഒരാളാവടാ. അപ്പോഴും പറയവൻ അല്ലാ അല്ലാ, അല്ല പണ്ടൊരാള് പറഞ്ഞതുപോലെ കോഴി അറുത്തു കൊടുക്കാവോന്നായി ചോദിച്ചത്. ഒളിഹിയാക്കി കോഴി അറുത്തു കൊടുക്കാന്ന് കുറച്ചോരെ അവൻ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മുട്ടയുടെ കൂലി കിട്ടുന്ന പോലെ കിട്ടുന്ന. ഒരാള് പള്ളിയിൽ വന്നു കഴിഞ്ഞാലല്ലേ ആദ്യം വരുന്നവൻ ഒട്ടകത്ത് അറുത്ത് കൊടുത്ത പ്രതിഫലം ഇങ്ങനെ കിട്ടി അവസാനിക്കുക വല്ല മുട്ടയുടെ പ്രതിഫലം ഉണ്ടോന്ന് ചോദിക്കണം. അവസാനം പള്ളിയിൽ നിന്ന് സ്ഥാനം ഇറങ്ങുമ്പോൾ കയറുന്നവന് മുട്ടയുടെ പ്രതിഫലം ചോദിക്കുന്ന പോലെ കൊടുക്കട ഒരിക്കലും കൊടുത്താൽ കുറയൂല. അതാ പഠിക്കേണ്ടത്. കൊടുത്തു നോക്ക്. കൊടുത്ത് ശീലമുള്ളവര് പിന്നെ അത് തന്നെ കൊടുക്കാൻ ഇങ്ങനെ മനസ്സ്. കാരണം എന്തേ, കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കൂല. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കാലത്തും അങ്ങനെയാണെങ്കിൽ എത്രയോ വീടുകളിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തേന്നറിയാത്ത 2 വർഷം 3 വർഷമൊക്കെ ചുമ്മാതെ വീട് പൂട്ടിയിടുന്നുണ്ടല്ലോ. കിണറ്റിൽ നിന്ന് ആരും വെള്ളം കോരുന്നില്ല. എന്തേ കിണറിലെ വെള്ളം നിറയാത്ത? സംസം വെള്ളത്തിന്റെ കഥ പോട്ടെ. എന്തേ എന്നാ ആ വീട്ടിൽ 2 കൊല്ലമല്ല 10 കൊല്ലമായിട്ട് നീ കോരുന്നുണ്ട്, എന്തേ കുറഞ്ഞു പോകാത്ത എന്നവരെ കണ്ടിട്ടുണ്ടോ? അടി ചില വീടിന്റെ കിണറിന്റെ അടിഭാഗം എന്നവരെ കണ്ടിട്ടില്ല. അയൽവാസി വന്ന് പറഞ്ഞാലും കോരിക്കോ, അയൽവാസി വന്ന് പറഞ്ഞാൽ നീ എടുത്തോ. അങ്ങനെ 3 കാര്യങ്ങൾ തന്നാൽ മേടിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 3 കാര്യം നിന്റെ അടുക്കൽ ആരെങ്കിലും കൊണ്ടു തന്നാൽ മേടിക്കണം. 3 കാര്യം ആര് ചോദിച്ചാലും നീ കൊടുക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചിലതൊക്കെ തരുമ്പോ മേടിക്കാൻ തന്നെ മടിയാ. ഇതാണോ? അങ്ങനല്ല. 3 കാര്യങ്ങൾ ഹദിയ നൽകിയാൽ അത് മേടിക്കണം. 3 കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് സദഖയുടെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പിന്തിപ്പിക്കരുത്. കൊടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ കൊടുത്തല്ലോ കൊടുത്തില്ല അങ്ങനല്ല. അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് തന്നത് അല്ലാഹ്ക്ക് കൊടുക്കാനാ. അല്ലാഹ്ക്ക് വേണ്ടി അവരൊന്നും നോക്കരുത്. പള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് റബ്ബിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നിന്റെ ഉത്തരവാദിത്തം അല്ലാഹ് ഏറ്റെടുത്തു. പിന്നെ യാതൊരു പേടിയും വേണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു, മോനെ തൗബയെ നീ ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം എപ്പോഴെപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്ന് അറിയില്ലല്ലോ. അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു കാസർഗോഡ് തലങ്കരയിൽ കിടപ്പുണ്ടല്ലോ. അല്ലാഹുവേ, അവിടുത്തെ മഹത്വം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാറ്റ് ഉണങ്ങിയ ഇലകളെ വീഴ്ത്തുന്നത് പോലെ കരഞ്ഞുകൊണ്ടുള്ള തൗബ അവന്റെ പാപങ്ങളെ കഴുകിക്കളയുകയാ. കാറ്റടിക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന്, ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അതാ വെറുതെയല്ല തൗബ ചെയ്യേണ്ടത്. കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്, കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്. കാറ്റടിക്കുമ്പോ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അവിടെ നിന്ന് പൊഴിഞ്ഞു വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാളെ ഉപദേശിക്കുന്നതിന് വേണ്ടി ഒരാളെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ്, പാപങ്ങൾ ചുരുക്കുക എന്നാൽ മരണം എളുപ്പമാകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അനസ് റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്ന ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. അവിടെ നിന്ന് ഉപദേശിക്കുമ്പോ പറഞ്ഞു, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക്, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക്. ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക്, ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക്. നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ നീ തയ്യാറാകണേ. മരണത്തിന് മുമ്പ് നീ തൗബ ചെയ്യണേ. ഒരു നിമിഷം പോലും നീ പിന്തിപ്പിക്കരുത്, ഒരു നിമിഷം പോലും നീ പിന്തിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് മരണം ഏത് സമയത്ത് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, പാപം ചെയ്യാത്ത
ഒരു മനുഷ്യനുമില്ല. പക്ഷേ നിന്റെ അല്ലാഹ് എത്ര പാപം ചെയ്താലും പുറത്തു തരാൻ കഴിവുള്ളവനാണ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ്. കണ്ടുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തവനാണ്. വിഭജിച്ചവന് പുറത്തു കൊടുത്തവനാണ്. പലിശ തിന്നവന് പുറത്തു കൊടുത്തവനാണ്. ശിർക്ക് ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ അതാ ചരിത്രം കാണാ. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാ. പടച്ചവനെ അതാ മരണത്തെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഹദീസുകൾ കേൾക്കുമ്പോ അതാ പടച്ചവനെ റബീബിന് കൈസമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. മരണത്തെ കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബീബിന് കൈസമെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ കുടിക്കുകയാണ്. തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് ഒരു ഖബർ കുടിക്കുകയാ. പ്രായമുള്ള മനുഷ്യനല്ല, ചെറുപ്പക്കാരനാണ്. പടച്ചവന് റബീഅത്തുബ്നു കൈസം തന്റെ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വെളിയിലിറങ്ങിയ വീടിന്റെ വാതിലിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് റബീഅത്തുബ്നു കൈസം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതിനകത്തിരുന്നാ തൗബ ചെയ്യുന്നത് പാതിരാത്രി വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പേ ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. അതിനകത്തിരുന്ന് കരയുകയാണ്. അതിനകത്തിരുന്ന് തൗബ ചെയ്യുകയാണ്. നാട്ടുകാരിത് കണ്ടിട്ട് ചോദിക്കുമ്പോ എന്തിനാ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങിയിരുന്ന് കരയുന്നത്? എന്തിനാണ് വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ടിരിക്കുന്നത്? ആ സമയത്തല്ലാ റബീബിന് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ ഒരു ദിവസം പോകേണ്ടതാണല്ലോ, ഒരു ദിവസം പോയി കിടക്കേണ്ടതാണല്ലോ. ഈ കിടക്കുന്ന രാത്രി അല്ല എനിക്ക് പടച്ചവനെ എന്റെ റൂഹ് പിടിച്ചാൽ എനിക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടൂലല്ലോ. അതുകൊണ്ട് പാപങ്ങളൊന്ന് കഴുകിക്കളയാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അത് തോന്നാത്തത്? ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഇന്ന് എന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ? എനിക്കറിയില്ലല്ലോ. കരയണമെന്ന് പറയുന്നില്ല, ദുആ ചെയ്യണമെന്ന് പറയുന്നില്ല, നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞുകൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വനസ്തഗ്ഫിറുല്ലാഹ മനുഷ്യ. ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ എത്രയോ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്ന ചരിത്രം അറിയുമല്ലോ. മഹാനായ എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രം അറിയാ. പടച്ചവരെ എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിലിരുന്ന് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, ഏറ്റവും വലിയ നാട്ടിലെ ഏറ്റവും വലിയ മോശക്കാരനായ കള്ളുകുടിയനായ പെണ്ണുപിടിയനായ ഏറ്റവും വലിയ വൃത്തികെട്ടവനല്ലേ പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിട്ട് ആ മനുഷ്യൻ ചോദിച്ച 3 കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തൗബയുടെ മഹത്വം നിങ്ങൾക്കറിയുമല്ലോ. മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. 70,000-ൽ പരം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സില് 70,000-ൽ പരം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സില് 40 കൊല്ലമായി പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ മഴയ്ക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തിട്ട് മഴ കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞപ്പോ 40 കൊല്ലം പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ തുണിക്ക് മുകളിൽ ജീവിച്ചിരുന്ന വൃത്തികെട്ടവനായ മനുഷ്യർ പശ്ചാത്താപം തോന്നിയിട്ട് ആ 70,000 വരുന്ന ജനങ്ങളുടെ നടുവില് ഒറ്റക്കിരുന്നിട്ട് അല്ലാ എന്റെ പാപം പൊറുക്കണേ അല്ലാ
നാണം കെടുത്തല്ലേ അല്ലാ. എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കില് മഴ തരണേ അല്ലാ. 70,000 വരുന്ന ജനങ്ങളുടെ നടുവിൽ ഒറ്റക്കിരുന്നിട്ട് 40 കൊല്ലം പാപം ചെയ്ത് നടന്ന മനുഷ്യനെ തൗബ ചെയ്ത് കഴിഞ്ഞപ്പോ ആകാശത്തിന്റെ വിരിമാൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങിയ ചരിത്രം നമ്മൾ കേട്ടവരാ. അതുകൊണ്ട് തൗബയ്ക്ക് വല്ലാത്ത മഹത്വമാ. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ്, മരിക്കുന്നതിന് 6 മാസം മുമ്പ്, മരിക്കുന്നതിന് 3 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്, മരിക്കുന്നതിന് 1 ദിവസം മുമ്പ്, മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അല്ലാ തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്നതിന് 1 സെക്കൻഡ് മുൻപ് നീ തൗബ ചെയ്താൽ അല്ലാഹ് നിന്റെ തൗബ സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് മുട്ടുവരെ, അരവരെ, കഴുത്തുവരെ, നെഞ്ചുവരെ ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഈ സിറാജിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന അവസാന സമയത്ത് അല്ലാഹുവേ, ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞാലും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലോക്ക്ഡൗൺ ആയത് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി പാപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ, എന്റെ മോനെ ചിന്തിക്കാത്തത് രാത്രി 11 മണി വരെ, 12 മണി വരെ, 1 മണി വരെ ചാറ്റ് ചെയ്തിട്ട് മോശമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വൃത്തികേടുകൾ കണ്ടുകൊണ്ട് അവസാനം ഫോൺ ഇങ്ങനെ കണ്ട് നെഞ്ചത്തേക്ക് ഉറങ്ങിയെന്ന് വീഴുകയാണ്. ഇതുപോലെയാണ് കിടക്കുന്നത്. അല്ലാഹുവേ, ദുആ ഇല്ല, ഇസ്തിഗ്ഫാർ ഇല്ല, തൗബയില്ല, പൊരുത്തം ചോദിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല. ഇതുപോലെ കിടന്നു മരിച്ചു പോയാൽ അവസാനം ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ, സിനിമ കണ്ടതാ, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടതാ, വൃത്തികേടുകൾ ചാറ്റ് ചെയ്തതാ, മണിയറ രഹസ്യം പങ്കുവച്ചതാ, ഒരു അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുകൊണ്ടാ കണ്ണടഞ്ഞത്. നാളെ എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാ മുസ്ലിമേ? അതുകൊണ്ട് നിന്റെ ചിരി മാറുമടാ, നിന്റെ കളി മാറുമടാ, നിന്റെ ആഘോഷം മാറുകയാ, നിന്റെ സന്തോഷങ്ങൾ മാറുകയാ, നിന്റെ അടിച്ചുപൊളി മാറുകയാ. എല്ലാം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? മരിക്കുമെന്ന് ഓർത്തു നോക്കും മോനെ. ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ. അതിന്ന് രാത്രിയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ. അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ. എങ്കിലും പറയാൻ കഴിയട്, എങ്കിലും പറയാൻ കഴിയട്. അതുകൊണ്ട് ഇന്ന് 2 നന്മയാണ് പഠിച്ചത്. ഒന്ന് മുസ്ലിമായിട്ടേ മരിക്കാവോ, ഒന്ന് മുസ്ലിമായിട്ടേ മരിക്കാവോ. അതിനുള്ള വഴി എന്തെന്നറിയുമോ? ഏറ്റവും ചെറിയ എളുപ്പ വഴി എന്തെന്നറിയുമോ? എപ്പോ ദുആ ചെയ്താൽ അല്ലാഹുവോട് പറയണം, അല്ലാഹ് എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ആ തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറയണേ, അസ്തഗ്ഫിറുല്ലാഹ് തൗബയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ചുരുങ്ങിയത് ദുആ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാഹ് എങ്കിലും പറയുക. അസ്തഗ്ഫിറുല്ലാഹ് തൗബയ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.